ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ്. 30 രൂപയുടെ ഒരു പാക്കറ്റ്. ആദ്യം നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഇനി നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ബൗളിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിക്കേണ്ട, ചെറുതായിട്ടൊരു തരിതിരിപ്പോടെ പൊടിച്ചെടുക്കാം. ഇതാ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബിസ്ക്കറ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബിസ്ക്കറ്റിന് ചെറുതായിട്ടൊരു നനവ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമ്മുടെ ബിസ്ക്കറ്റ് ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യാം. ബട്ടർ ഒഴിച്ച കാരണം അതിൻ്റെ നനവ് കൊണ്ട് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പം എന്താ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തു. ഇതോടെ മാറ്റി വയ്ക്കാം. അപ്പം എന്താ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 2 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് 200 മില്ലിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. കോൺഫ്ലോറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പാല് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ എസൻസ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കണില്ല. ഇപ്പം എന്താ നമ്മുടെ പാൽ അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പം നമ്മുടെ പാലിൻ്റെ മിക്സ് ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കണത്. ഇപ്പം എന്താ നമ്മുടെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. ചൂടാറുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാലിൻ്റെ ചൂടാറുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. നമുക്കിതിലേക്ക് കുറച്ച് ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യണം. ഒരു 1/2 കപ്പ് പാലിൻ്റെ എടുത്തിട്ടുണ്ട്. ചൂടുള്ള പാലാണ്. നന്നായിട്ടൊന്ന് മെൽറ്റാകട്ടെ. ഇതാ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് മെൽറ്റാകണമെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ പാത്രം വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമ്മുടെ പാത്രത്തിലേക്ക് ഇത്
അടുത്ത ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാലിപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇപ്പം എന്താ നമ്മുടെ 3 ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ ഡെസേർട്ട് ഞാനിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഓറിയോ ഒന്ന് ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ഡെസേർട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.